നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബൂത്ത് സ്ലിപ്പ് മൊബൈൽ ഫോണിലും എത്തും. സ്കൂൾ പഠനത്തിലേക്കും AI ക്യാമറകൾ. രേഖകളില്ലാതെ കടത്തിയ 40 ലക്ഷം രൂപ പിടികൂടി. സ്കൂൾ തുറക്കുമ്പോഴേക്കും നിയമനം ലഭിക്കുമോ എന്ന ആശങ്കയിൽ ഉദ്യോഗാർത്ഥികൾ. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വോട്ടർമാരുടെ സീരിയൽ നമ്പർ അടക്കം രേഖപ്പെടുത്തിയ ബൂത്ത് സ്ലിപ്പ് ഇനി ഫോണിലെത്തും. ആദ്യകാല രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളാണ് ഇത് വീടുകളിൽ വിതരണം ചെയ്തിരുന്നത്. പിന്നീട് ഇത് BLOമാർ നേരിട്ട് വീട്ടിലെത്തിച്ച് നൽകിയിരുന്നു. ഇനി മുതൽ വോട്ടർക്ക് മൊബൈൽ ഫോണിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. 1950 എന്ന നമ്പറിലേക്ക് വോട്ടർ ID നമ്പർ എന്ന് SMS അയക്കണം. 15 സെക്കൻഡിനുള്ളിൽ വോട്ടറുടെ പേരും പാർട്ട് നമ്പറും സീരിയൽ നമ്പറും ഫോണിൽ സന്ദേശമായി എത്തും. സംസ്ഥാനത്തെ സ്കൂൾ പഠനത്തിലേക്കും AI ക്യാമറകൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ സെക്കൻഡറി തലം തൊട്ടുള്ള അധ്യാപകർക്ക് കൈറ്റിന്റെ നേതൃത്വത്തിൽ 3 ദിവസം പ്രായോഗിക പരിശീലനം മെയ് 2 മുതൽ ആരംഭിക്കുന്നു. സംസ്ഥാനത്തെ 8 മുതൽ 12 ക്ലാസുകളിൽ പഠിപ്പിക്കുന്ന 80,000 അധ്യാപകർക്ക് 2024 ഓഗസ്റ്റ് മാസത്തോടെ AI പരിശീലനം പൂർത്തിയാക്കാൻ ഫെബ്രുവരിയിൽ മന്ത്രി V ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ഇതുപ്രകാരമാണ് പരിശീലനം. AI ഉപയോഗിച്ച് ഡോക്യുമെന്റുകളെ ലളിതമായ ഭാഷയിൽ മാറ്റാനും ആശയം ചോരാതെ ഉള്ളടക്കം സംഗ്രഹിക്കാനും പുതിയവ തയ്യാറാക്കാനും സഹായകമാകുന്ന സമ്മറൈസേഷൻ സങ്കേതങ്ങൾ ആണ് ആദ്യ ഭാഗത്ത്. വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ തയ്യാറാക്കാനും എഡിറ്റ് ചെയ്യാനും അവയെ കാർട്ടൂണുകൾ, പെയിന്റുകൾ എന്നിങ്ങനെ മാറ്റാനും ചിത്രങ്ങളോടൊപ്പം ഉള്ളടക്കം കൂട്ടിച്ചേർക്കാനും കഴിയുന്ന ഇമേജ് ജനറേഷൻ ആണ് രണ്ടാം ഭാഗം. AI ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട പ്രോംപ്റ്റുകൾ കൃത്യമായി നൽകാൻ സഹായിക്കുന്ന പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ് പരിശീലനത്തിന്റെ മൂന്നാം ഭാഗം. നിർമ്മിത ബുദ്ധിയുടെ ഉപയോക്താക്കൾ മാത്രമല്ല, അവ പ്രോഗ്രാം വഴി എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് സ്വയം പരിശീലിക്കാൻ അധ്യാപകർക്ക് അവസരം നൽകുന്ന മെഷീൻ ലേണിംഗ് ആണ് പരിശീലനത്തിന്റെ നാലാം ഭാഗം. AI ഉപയോഗിച്ച് പ്രസന്റേഷനുകൾ, അനിമേഷനുകൾ തുടങ്ങിയവ തയ്യാറാക്കാനും ലിസ്റ്റുകൾ, പട്ടികകൾ, ഗ്രാഫുകൾ, ചാർട്ടുകൾ തുടങ്ങിയവ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നിർമ്മിക്കാനും കസ്റ്റമൈസ് ചെയ്യാനും അഞ്ചാം ഭാഗത്തും പരിചയപ്പെടുത്തുന്നു. ആറാം ഭാഗം മൂല്യനിർണ്ണയത്തിന് AI സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ്. അധ്യാപകർക്ക് യൂണിറ്റ് ടെസ്റ്റുകൾ മുതൽ വിവിധ ചോദ്യമാതൃകകൾ തയ്യാറാക്കാൻ ഇതിലൂടെ അവസരം ലഭിക്കും. നിർമ്മിത ബുദ്ധിയുടെ അപകടങ്ങൾ തിരിച്ചറിയാനും ഉത്തരവാദിത്തത്തോടുള്ള ഉപയോഗം തിരിച്ചറിയാനും അധ്യാപകരെ പര്യാപ്തമാക്കിക്കൊണ്ട് നടത്തുന്ന പരിശീലനത്തിന്റെ അവസാന ഭാഗത്ത് സ്വന്തം അവതാർ നിർമ്മിച്ച് ഡീപ് ഫേക്ക് എന്താണെന്ന് മനസ്സിലാക്കാനും സ്വകാര്യത, അൽഗോരിതം, പക്ഷപാതിത്വം തുടങ്ങിയവ മനസ്സിലാക്കാനും അധ്യാപകർക്ക് അവസരം ലഭിക്കുന്നതെന്ന് കൈറ്റ് CEO K അൻവർ സാദത്ത് അറിയിച്ചു. അധ്യാപകർ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും ഉപയോഗിച്ചാണ് 25 പേരടങ്ങുന്ന വിവിധ ബാച്ചുകളിലായി പരിശീലനത്തിൽ പങ്കെടുക്കുക. AI ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ സ്വകാര്യത ഉറപ്പാക്കാൻ അധ്യാപകർക്ക് കൈറ്റ് നൽകിയ G Suite അക്കൗണ്ടുകൾ ഉപയോഗിക്കും. അതുപോലെ സ്ഥിരമായി കുറച്ച് AI ടൂളുകൾ മാത്രം ഉപയോഗിക്കുന്നതിന് പകരം കൈറ്റിന്റെ വിദഗ്ധ സമിതി പരിശോധിച്ച് നിർദ്ദേശിക്കുന്ന AI ടൂളുകളായിരിക്കും അതത് സമയത്ത് പരിശീലനത്തിൽ ഉപയോഗിക്കുന്നത്. ഓരോ കുട്ടിക്കും അനുയോജ്യമായ വിധത്തിൽ പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും റിസോഴ്സുകൾ ഭിന്നശേഷി സൗഹൃദമായി പരുവപ്പെടുത്താനും പരിശീലനം വഴി അധ്യാപകർക്ക് അവസരം നൽകും. 150 മാസ്റ്റർ ട്രെയിനർമാർക്ക് 1 മാസത്തെ പരിശീലനം കൈറ്റ് പൂർത്തിയാക്കി. ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ IT കോർഡിനേറ്റർമാർക്കും ലിറ്റിൽ കൈറ്റ്സ് മാസ്റ്റർമാർക്കുമാണ് ആദ്യ ബാച്ചുകളിൽ പരിശീലനം. കൈറ്റ് വെബ്സൈറ്റിലെ ട്രെയിനിങ് മാനേജ്മെന്റ് സിസ്റ്റം വഴി പരിശീലനം നേടേണ്ട അധ്യാപകർക്ക് രജിസ്റ്റർ ചെയ്യാം. സ്കൂൾ തുറക്കുമ്പോഴേക്കും നിയമനം ലഭിക്കുമോ എന്ന ആശങ്കയിൽ ഉദ്യോഗാർത്ഥികൾ. ഹൈസ്കൂൾ അധ്യാപക നിയമനത്തിന് PSC 2023 സെപ്റ്റംബറിൽ പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ നിയമനത്തിന് 2023-24 അധ്യയന വർഷം അവസാനിച്ചിട്ടും വഴി തുറന്നില്ല. കഴിഞ്ഞ ജൂണിൽ അധ്യാപക വിദ്യാർത്ഥി അനുപാതം കണ്ടെത്താൻ പരിശോധന നടത്തിയെങ്കിലും ഇതുപ്രകാരമുള്ള തസ്തിക നിർണയം നടക്കാത്തതാണ് കാരണം. ഇതോടെ നിയമന പ്രതീക്ഷയുമായി കാത്തിരുന്ന ഉദ്യോഗാർത്ഥികൾ വെട്ടിലായി. നിലവിലെ മാനദണ്ഡം അനുസരിച്ച് ഒരു അധ്യാപകന് 40 വിദ്യാർത്ഥികൾ എന്ന അനുപാതത്തിലാണ് തസ്തിക രൂപവൽക്കരണവും തുടർ നിയമനവും നടത്തിയത്. ജൂണിൽ അനുപാത പരിശോധന കഴിഞ്ഞാൽ 6 മാസത്തിനകം തസ്തിക നിർണയിച്ച് പുതിയ അധ്യാപകരെ നിയമിക്കണമെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. 2023 ജൂണിലെ പരിശോധനയിൽ പല സ്കൂളുകളിലും വിദ്യാർത്ഥികളുടെ എണ്ണം അനുപാതത്തിനേക്കാൾ കൂടുതലാണെന്നും ഒരു ക്ലാസ്സിൽ 50 കുട്ടികൾ വരെയുള്ള സ്കൂളുകളുണ്ടെന്നും ഉദ്യോഗാർത്ഥികൾക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ പറയുന്നുണ്ട്. എന്നാൽ 1 വർഷമായിട്ടും തസ്തിക നിർണയിച്ചിട്ടില്ല. വിഷയത്തിൽ തീരുമാനമായിട്ടില്ലെന്നാണ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് നൽകുന്ന വിശദീകരണം. 2023
2023 സെപ്റ്റംബറിൽ ജില്ലാതലത്തിലാണ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഒരു വിഷയത്തിൽ മാത്രം ശരാശരി 150 പേർ പട്ടികയിലുണ്ട്. എല്ലാ വിഷയങ്ങളും എടുക്കുമ്പോൾ ഒരു ജില്ലയിൽ മാത്രം 1000-നടുത്ത് ഉദ്യോഗാർത്ഥികളാണ് നിയമന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നത്. ഈ വർഷം തീരുമാനമായില്ലെങ്കിൽ അടുത്ത വർഷം വരെ ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കണം. അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കാനിരിക്കെ പുതിയ അധ്യാപകരെ കാത്തിരിക്കുന്ന സ്കൂളുകളും വെട്ടിലായി. തസ്തിക നിർണയം പൂർത്തിയായില്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പഠനത്തെയും ബാധിക്കുമെന്നത് സ്കൂൾ അധികൃതരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. രേഖകളില്ലാതെ അനധികൃതമായി ശരീരത്തിൽ കടത്തിയ 40 ലക്ഷം രൂപയുമായി 2 മഹാരാഷ്ട്ര സ്വദേശികൾ പിടിയിൽ. വിശാൽ ബാബോസോ ബിലസ്കർ 30, ചവാൻ സച്ചിൻ ജയ്സിംഗ് 32 എന്നിവരെയാണ് പിടിയിലായത്. പട്ടാമ്പിയിൽ താമസിച്ചു വരികയായിരുന്നു ഇരുവരുമെന്ന് പോലീസ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അനധികൃതമായി പണം കടത്തുന്നത് തടയാൻ വാളയാർ അതിർത്തിയിലുൾപ്പെടെ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും വാളയാർ കസബ, ഹേമാംബിക നഗർ, പാലക്കാട് ട്രാഫിക് പോലീസ് സംഘവും വാളയാർ സംസ്ഥാന അതിർത്തിയിൽ നടത്തിയ പരിശോധനയിലാണ് പണം കണ്ടെത്തിയത്. കോയമ്പത്തൂരിൽ നിന്നും പട്ടാമ്പിയിലേക്കുള്ള ബസ്സിലാണ് ഇരുവരും സഞ്ചരിച്ചിരുന്നത്. ബനിയന്റെ അടിയിൽ രഹസ്യ അറിയുള്ള മറ്റൊരു വസ്ത്രത്തിലാണ് പണം ഒളിപ്പിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. വാളയാർ എസ്ഐ റമീൻ, കസബ സബ് ഇൻസ്പെക്ടർ എച്ച് ഹർഷാദ്, ഹേമാംബിക നഗർ സബ് ഇൻസ്പെക്ടർ വിജയരാഘവൻ, സിവിൽ പോലീസ് ഓഫീസർ രാഹുൽ, പാലക്കാട് ട്രാഫിക് എസ്ഐ സുരേഷ്, സിവിൽ പോലീസ് ഓഫീസർ ഇളങ്കോവൻ, ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ സുനിൽകുമാർ, മുഹമ്മദ് ഷനോസ്, ഫെഫീഖ്, ഷമീർ എന്നിവർ ചേർന്നാണ് പരിശോധന നടത്തി പണം പിടികൂടിയത്. TP ഷാജിയോട് വോട്ട് അഭ്യർത്ഥിച്ച് VK ശ്രീകണ്ഠൻ. ഞാൻ മത്സരിക്കുന്ന വിവരം അറിയാമല്ലോ, സഹായിക്കണം. VK ശ്രീകണ്ഠൻ V4 പട്ടാമ്പി മുന്നണി നേതാവ് TP ഷാജിയോട്. നോക്കാമെന്ന് ഷാജിയുടെ മറുപടി. പാലക്കാട് ലോക്സഭ UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠനാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പട്ടാമ്പി നഗരസഭാ ഉപാധ്യക്ഷൻ TP ഷാജിയെ കണ്ടത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മരുതൂർ സെന്റർ പ്രവർത്തകർ നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങി വാഹനത്തിൽ കയറുമ്പോഴാണ് അതുവഴി കടന്നുപോയ ഏതാനും വാഹനങ്ങളിലെ യാത്രക്കാരോട് ശ്രീകണ്ഠൻ വോട്ട് അഭ്യർത്ഥിച്ചത്. 2-3 കാറുകളിലെ യാത്രക്കാരോട് വോട്ട് ചോദിച്ചതിന് ശേഷം അടുത്ത കാറിൽ വന്നത് TP ഷാജിയായിരുന്നു. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ അഭിപ്രായ ഭിന്നതകളെ തുടർന്നാണ് TP ഷാജി കോൺഗ്രസ് വിട്ട് V4 പട്ടാമ്പി മുന്നണി രൂപീകരിച്ചതും CPM-നൊപ്പം ചേർന്ന് നഗരസഭാ ഭരണം പിടിച്ചതും. ഇതേ തുടർന്ന് കോൺഗ്രസുമായി അകന്ന TP ഷാജി ഇപ്പോൾ കോൺഗ്രസുമായി അടുത്തിട്ടുണ്ട്. ഷാജി കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നേക്കാമെന്ന പ്രചാരണവും ഉണ്ട്. ശ്രീകണ്ഠന്റെ വോട്ട് ചോദിക്കൽ ഇതുമായി ബന്ധപ്പെട്ടതല്ല. അപ്രതീക്ഷിതമായിരുന്നു ഷാജിയുടെ വരവും ശ്രീകണ്ഠന്റെ റോഡിലെ വാഹനയാത്രക്കാരോട് വോട്ട് ചോദിക്കലും. വാഹനത്തിൽ TP ഷാജിയാണെന്നറിഞ്ഞപ്പോൾ എല്ലാവരോടും ചോദിക്കുന്നത് പോലെ വോട്ട് ചോദിക്കുകയായിരുന്നു സ്ഥാനാർത്ഥി. യൂത്ത് കോൺഗ്രസിലും വർഷങ്ങളോളം ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് ഇരുവരും. ഇടവേള. ട്രിനിറ്റി മിനുങ്ങുന്നു, പാലക്കാട് മിന്നുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി 28 ബുധനാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. 1% മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ 50% ഡിസ്കൗണ്ട്. എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ. ട്രിനിറ്റി ഗോൾഡ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. അപ്പോൾ ഫെബ്രുവരി 28 പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം. ഏവർക്കും സ്വാഗതം. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. നിർത്തിയിട്ട 3 വാഹനങ്ങളിൽ കാർ ഇടിച്ചു, ഡ്രൈവർക്ക് പരിക്കേറ്റു. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ കാർ നിർത്തിയിട്ടിരുന്ന 2 കാറുകളിലും ബൈക്കിലും ഇടിച്ചു. കാർ ഡ്രൈവർക്ക് പരിക്കേറ്റു. എറണാകുളം കിഴക്കമ്പലം സ്വദേശി കൈലാസാനന്ദ മണികണ്ഠസ്വാമിക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:50ഓടെയാണ് സംഭവം. മണികണ്ഠൻ ഒറ്റപ്പാലം ഭാഗത്തേക്ക് വരികയായിരുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ടതോടെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. തകർച്ചാ ഭീഷണിയിൽ ചന്തപ്പുര ബസ് കാത്തിരിപ്പ് കേന്ദ്രം. അമ്പലപ്പാറ ചന്തപ്പുരയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർച്ചാ ഭീഷണിയിൽ. ചുമട്ടുതൊഴിലാളി യൂണിയൻ ഓഫീസിന് സമീപത്തെ 4 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള കാത്തിരിപ്പ് കേന്ദ്രമാണ് നാശോന്മുഖമാകുന്നത്. ഒറ്റപ്പാലം അമ്പലപ്പാറ പ്രധാന പാതയോരത്ത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ സ്ഥലത്താണ് കാത്തിരിപ്പ് കേന്ദ്രം. മതിയായ പരിപാലനം നടക്കാത്തതാണ് തകർച്ചയിലേക്ക് നയിക്കുന്നത്. മേൽക്കൂരയിലെ ഷീറ്റ് മുഴുവൻ തകർന്ന നിലയിലാണ്. കാലുകളിലെ കോൺക്രീറ്റ് ഇരുമ്പുകൾ പുറത്തു കാണുന്നതാണ് അവസ്ഥ. ഇരിപ്പിടങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ് വെട്ടു
വെട്ടുകല്ലുകൾ പുറത്തെത്തി. മണ്ണാർക്കാട്, മണ്ണൂർ, മേലൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകളെ കാത്തിരിക്കാൻ യാത്രക്കാർ ആശ്രയിക്കുന്ന ഷെഡാണിത്. മഴക്കാലത്തിന് മുമ്പ് അറ്റകുറ്റപ്പണികൾ നടന്നില്ലെങ്കിൽ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമാകും. യുവജന സ്ക്വാഡ് സംഘടിപ്പിച്ചു. LDF അക്കിയമ്പാടം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് യുവജന സ്ക്വാഡ് സംഘടിപ്പിച്ചു. DYFI കാഞ്ഞിരപ്പുഴ മേഖലാ ജോയിന്റ് സെക്രട്ടറി ഷെഫീഖ് അക്കിയമ്പാടം, DYFI അക്കിയമ്പാടം യൂണിറ്റ് സെക്രട്ടറി രാഹുൽ, SFI അക്കിയമ്പാടം ബ്രാഞ്ച് സെക്രട്ടറി നിത്യ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ പ്രവർത്തകരായ DYFI യൂണിറ്റ് പ്രസിഡന്റ് ശ്രീരാഗ്, അൻഷീഫ്, സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. കുറയോ 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 കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയുമോ കുറഞ്ഞല്ലോ. പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പോത്തുണ്ടി ഡാമിൽ നിന്നും കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതി തീർത്തിട്ടും തീരുന്നില്ല. 2024 മാർച്ചിൽ കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തിലായിരുന്നു ജല അതോറിറ്റി പദ്ധതി നിർവഹണ വിഭാഗം. നെന്മാറ, അയലൂർ, മേലാർക്കോട് പഞ്ചായത്തുകളിലേക്ക് നിലവിൽ നടപ്പിലാക്കിയ പദ്ധതിക്ക് പുറമെ എലവഞ്ചേരി, പല്ലശന, എരുമയൂർ, ആലത്തൂർ, കാവശ്ശേരി, പുതുക്കോട് പഞ്ചായത്തുകളിലേക്ക് കൂടി ജലം എത്തിക്കുന്ന കിംഫിയുടെ 180 കോടിയുടെ പദ്ധതിയാണ് പോത്തുണ്ടി ഡാം കുടിവെള്ള പദ്ധതി. പൊതുമരാമത്ത് വകുപ്പിനും മറ്റും നൽകേണ്ട തുക ഉൾപ്പെടുത്തി 274 കോടിയാണ് ചെലവ് കണക്കാക്കിയിട്ടുള്ളത്. ഹൈദരാബാദ് ആസ്ഥാനമായ കമ്പനിയാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. 2 പഞ്ചായത്തുകളിൽ ഉണ്ടായിരുന്ന സാങ്കേതിക തടസ്സങ്ങളാണ് ഒരു ഘട്ടത്തിൽ വൈകാൻ കാരണമായത്. പിന്നീട് അത് ഒഴിവാക്കിയെടുത്തു. പൈപ്പ് സ്ഥാപിക്കുന്ന പണികൾ അവസാന ഘട്ടത്തിലാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് പൊളിക്കുന്ന കാര്യത്തിലായിരുന്നു എലവഞ്ചേരി, പല്ലശ്ശേന പഞ്ചായത്തുകളിൽ തടസ്സം. റോഡരികിൽ ചാലെടുക്കണമെങ്കിൽ പാതകളുടെ നിർമ്മാണ ശേഷം 1 വർഷം കഴിയണമെന്നതാണ് പൊതുമരാമത്ത് വകുപ്പ് വ്യവസ്ഥ. ഇതാണ് വിനയായത്. ഭവാനിപ്പുഴയിലും ശിരുവാണിപ്പുഴയിലും വിനോദസഞ്ചാരികൾ മലിനമാക്കുന്നുവെന്ന് പ്രതിഷേധമുയർത്തി അട്ടപ്പാടി പ്രദേശവാസികൾ. അട്ടപ്പാടിയിലെ ജനങ്ങളുടെ പ്രധാന കുടിവെള്ള സ്രോതസ്സുകളാണ് ഭവാനി, ശിരുവാണി പുഴകൾ. ശിരുവാണി പുഴയിലെത്തിയ വിനോദസഞ്ചാരികൾക്കെതിരെയാണ് പ്രതിഷേധവുമായി പ്രദേശവാസികൾ എത്തിയത്. ഇതോടെ സഞ്ചാരികൾ ഭവാനി പുഴയിലെത്തി. പാക്കുളം, ആനക്കല്ല് പാലത്തിന് സമീപവും താവളത്തും ഞായറാഴ്ച രാവിലെ പുഴയരികിലെത്തിയ 100ഓളം പേർ വൈകുന്നേരം 6 മണിയോടെയാണ് തിരികെ പോയത്. മറ്റുള്ള ജലസ്രോതസ്സുകൾ വെറ്റിയതോടെ പുഴയെ ആശ്രയിക്കുന്ന ആദിവാസികളടക്കമുള്ളവർക്ക് പുഴയിലെത്തി കുടിവെള്ളം സംഭരിക്കാൻ കഴിയാത്ത സ്ഥിതിയായി. പ്രദേശവാസികളെത്തി ആവശ്യപ്പെട്ട വിനോദസഞ്ചാരികൾ പുഴയിൽ നിന്നും കരകയറിയില്ല. അവധി ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതൽ വിനോദസഞ്ചാരികൾ അട്ടപ്പാടിയിൽ എത്തുന്നത്. പുഴയിലെത്തി കുളിയോടൊപ്പം ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളും മദ്യക്കുപ്പികളും പുഴയിലും പുഴയോരത്തും വലിച്ചെറിയുകയാണ്. ഇതിനെ ചോദ്യം ചെയ്ത പ്രദേശവാസികളെ മദ്യപിച്ചെത്തിയവർ മർദ്ദിക്കാൻ തുനിഞ്ഞതായും പ്രദേശവാസികൾ പറയുന്നു. പുഴക്കടവുകളിൽ മുന്നറിയിപ്പ് ബോർഡുകളോ മാലിന്യങ്ങളിടുന്നതായി പ്രത്യേക സംവിധാനമോ വേണമെന്ന് പ്രദേശവാസികൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും തദ്ദേശ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് അട്ടപ്പാടിക്കാരുടെ ആരോപണം. കടുത്ത വേനലിൽ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന പുഴകളെ മലിനമാക്കുന്ന വിനോദസഞ്ചാരികളെ നിയന്ത്രിക്കുന്നതിന് നടപടി വേണമെന്നാണ് അട്ടപ്പാടിക്കാരുടെ ആവശ്യം. കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പോലീസ് സഹായം തേടുമെന്നും മുന്നറിയിപ്പ് ബോർഡുകൾ ഉടൻ സ്ഥാപിക്കുമെന്നും അഗളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലക്ഷ്മി ശ്രീകുമാർ, പുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി അനിൽകുമാർ എന്നിവർ പറഞ്ഞു. ഹരിത മിഷൻ ഈ വർഷം സംസ്ഥാനത്ത് 1000 പച്ചത്തുരുത്ത് ഒരുക്കും. 2800 പച്ചത്തുരുത്തുകൾ ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് ഇപ്പോൾ 2324 മാത്രം. ഇത് 300 ഹെക്ടറിലാണ്. പരിപാലനമില്ലായ്മയും ജലദൗർബല്യവും 476 പച്ചത്തുരുത്തുകൾ ഇല്ലാതാക്കി. ഇവ നവീകരിക്കും. ഓരോ ജില്ലകളിലും സാധാരണ പച്ചത്തുരുത്ത് വ്യാപിപ്പിച്ച് 5 മാതൃകാ പച്ചത്തുരുത്തുകൾ ഒരുക്കും. ജൈവ വൈവിധ്യ മാതൃകളായ ഇവ വിദ്യാർത്ഥികളുടെ പഠനത്തിന് ഉപകരിക്കും. സസ്യങ്ങളുടെ വിവരങ്ങൾ ബോർഡുകളിൽ രേഖപ്പെടുത്തും. ചെറിയ വനമെന്ന രീതിയിൽ ജനങ്ങൾക്ക് വിനോദത്തിനും വിജ്ഞാനത്തിനും സൗകര്യങ്ങൾ ഒരുക്കും. ജൂണിൽ ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കും. കാർഷിക പാക്കേജുമായി NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ.
പാലക്കാടിന് കാർഷിക പാക്കേജ്, വ്യവസായ പാർക്കിൽ ESI ആശുപത്രി, ജില്ലയിൽ കായിക സർവകലാശാല തുടങ്ങിയ പ്രഖ്യാപനങ്ങളുമായാണ് പാലക്കാട് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ വികസന രേഖ. മറ്റ് പ്രധാന നിർദ്ദേശങ്ങൾ: കാർഷിക പാക്കേജ് നടപ്പാക്കും, സംഭരിക്കുന്ന നെല്ലിന് കേന്ദ്രവിഹിതം നേരിട്ട്, കർഷക വിളകൾ സംഭരിക്കാൻ നൂതന സാങ്കേതിക സൗകര്യങ്ങളുള്ള കേന്ദ്രം, കർഷകന്റെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭിക്കാൻ എന്റെ വിപണി പദ്ധതി, പാലക്കാട്ട് നിന്ന് കൂടുതൽ ദീർഘദൂര തീവണ്ടികൾ ആരംഭിക്കും, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് മുന്തിയ പരിഗണന, കാരക്കാട് സ്റ്റേഷൻ ഉൾപ്പെടെ നവീകരണം, ഷൊർണൂർ ഗണേഷ് ഗിരിയിൽ 100 ഏക്കർ സ്ഥലത്ത് റെയിൽവേ മെഡിക്കൽ കോളേജ് എന്നിങ്ങനെയാണ് കാർഷിക പാക്കേജുകൾ. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. ക്യാൻസർ രോഗികൾക്ക് മുടി പകുത്തു നൽകി. മുടി നഷ്ടമായ ക്യാൻസർ രോഗികൾക്ക് മുടിക്ക് പകരം വിഗ് നിർമ്മിക്കുന്നതിന് വേണ്ടി പാലക്കയം സ്വദേശികൾ തങ്ങളുടെ മുടി പകുത്തു നൽകി. പാലക്കയം സെന്റ് ജോസഫ് മലങ്കര സുറിയാനി കത്തോലിക്ക ചർച്ചിൽ വെച്ച് നീരവ് കൊടുവളത്തിൽ സൗമ്യ, സുഭാഷ് മകൾ ആതിര സുഭാഷ്, പാലക്കയം വാഴക്കളയിൽ എമിലി കുര്യാക്കോസ് എന്നിവരാണ് മുടി പകുത്തു നൽകിയത്. പാതയം കോർഡിനേറ്റർ സതീഷ് മണ്ണാർക്കാട് മുടി ഏറ്റുവാങ്ങി. വീണുകിട്ടിയ പഴ്സ് ഉടമയ്ക്ക് തിരിച്ചു നൽകി മാതൃകയായി വ്യാപാരി. മണ്ണാർക്കാട് പണവും സൗദി യാത്രാരേഖകളും അടങ്ങിയ പഴ്സ് ഉടമസ്ഥന് തിരിച്ചു നൽകി കുമരംപുത്തൂർ പയ്യനടുത്തെ വ്യാപാരി ചണ്ടാട്ടിൽ കുട്ടിമാണി. മണ്ണാർക്കാട് KTM സ്കൂൾ പരിസരത്ത് നിന്നാണ് 13,000 രൂപയും സൗദി യാത്രാരേഖകളും അടങ്ങിയ പഴ്സ് വീണ് കിട്ടിയത്. ഉടനെ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. പഴ്സിന്റെ ഉടമ കാഞ്ഞിരം ഷിജു ഷംസു പരാതി നൽകാൻ സ്റ്റേഷനിലെത്തി. സബ് ഇൻസ്പെക്ടർ ഋഷി പ്രസാദിന്റെ സാന്നിധ്യത്തിൽ കുട്ടിമാണി പഴ്സ് ഷിജു ഷംസുവിന് നൽകി. കേരള വ്യാപാരി വ്യവസായി മണ്ണാർക്കാട് യൂണിറ്റ് സെക്രട്ടറി സോനു ശിവൻ, യൂണിറ്റ് പ്രസിഡന്റ് കാജ ഹുസൈൻ എന്നിവരും പോലീസ് സ്റ്റേഷനിൽ എത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പത്തനാപുരം പഴയ പാലം പൊളിച്ചു തുടങ്ങും. പുതിയ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണിത്. കാവശ്ശേരി വടക്കേനട തോണിപ്പാടം പാതയിൽ ഗായത്രി പുഴയ്ക്ക് കുറുകെയുള്ള അരനൂറ്റാണ്ടോളം പഴക്കമുള്ള പാലമാണ് പൊളിക്കുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് നിർമ്മാണക്കാരൻ. 8.82 കോടി രൂപ ചിലവിൽ 26 മീറ്ററിന്റെ 3 സ്പാനുകളിലായി 78 മീറ്റർ നീളത്തിലാണ് പുതിയ പാലം നിർമ്മിക്കുക. 11 മീറ്ററാണ് വീതി. മഴക്കാലത്ത് വെള്ളം കയറാത്ത വിധം ഉയരമുണ്ടാകും. പാലത്തിന്റെ ഇരുവശത്തും നടപ്പാതയുണ്ടാകുമെന്ന് പൊതുമരാമത്ത് പാലങ്ങളുടെ വിഭാഗം അറിയിച്ചു. പഴയ പാലത്തിന്റെ അടിത്തറയിലെ കോൺക്രീറ്റ് ഇളകി അടർന്ന് വർഷങ്ങളായി. 2 പ്രളയകാലങ്ങളിലായി കൈവരികളും തകർന്നതോടെ യാത്ര അപകടകരമായത് റിപ്പോർട്ട് ചെയ്തിരുന്നു. കാവശ്ശേരി പരക്കാട്ടുകാവ് വടക്കേനടയിൽ നിന്ന് മലയോര കാർഷിക മേഖലയായ തോണിപ്പാടം, കാരമല, അത്തിപ്പൊറ്റ, കുത്തന്നൂർ പ്രദേശത്തേക്കുള്ള പ്രധാന പാത കടന്നുപോകുന്നത് പത്തനാപുരം പാലത്തിലൂടെയാണ്. താൽക്കാലിക ബണ്ട് പാത സജ്ജമാക്കും. പാല പൊളിക്കുമ്പോൾ ബദൽ യാത്രാ മാർഗമായി ഗായത്രിപ്പുഴയുടെ കുറുകെ മണ്ണിട്ടുയർത്തി താൽക്കാലിക പാത സജ്ജമാക്കുന്നതിന് ബണ്ട് നിർമ്മാണം ശനിയാഴ്ച ആരംഭിച്ചു. ബസ്സും ലോറിയും ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് ഇതുവഴി പോകാൻ കഴിയില്ല. കാൽനട യാത്രക്കാർക്കും ഇരുചക്ര, മുച്ചക്ര, 4 ചക്ര വാഹനങ്ങൾക്കും പോകാനാകും. വലിയ വാഹനങ്ങൾ പത്തനാപുരത്ത് നിന്നും തോണിപ്പാടം, അത്തിപ്പൊറ്റ, കഴനിച്ചുങ്കം വഴിയും ആലത്തൂരിലേക്ക് വരാൻ മുത്തനോട്, ആറാപ്പുഴ, വെങ്ങന്നൂർ വഴിയും തിരിഞ്ഞു പോകണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബൂത്ത് സ്ലിപ്പ് മൊബൈൽ ഫോണിലും എത്തും. സ്കൂൾ പഠനത്തിലേക്കും AI ക്യാമറകൾ. രേഖകളില്ലാതെ കടത്തിയ 40 ലക്ഷം രൂപ പിടികൂടി. സ്കൂൾ തുറക്കുമ്പോഴേക്കും നിയമനം ലഭിക്കുമോ എന്ന ആശങ്കയിൽ ഉദ്യോഗാർത്ഥികൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.